എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പം നമുക്ക് ചേന നടാം. ചേനയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ചെറിയ മുളയാണെങ്കിൽ പോലും ആദ്യത്തെ മഴയ്ക്ക് നേരത്തെ നട്ടാലല്ലേ നമുക്ക് നേരത്തെ വിളവെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കിന്ന് ചേന നടാം. ചേന നടീലിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ആദ്യം നമുക്ക് ചേന മുറിക്കണം, പിന്നെ കുഴി കുത്തണം, കുഴി വെക്കണം, ചാണകം ഇട്ട് മൂടണം, പിന്നെ കവിയിടണം. ഇങ്ങനെയുള്ള ഓരോ ഘട്ടം നമുക്ക് കാണാം. ശരി, ആദ്യം നമ്മൾ ചേനയൊക്കെ പറിച്ച് മുള കുത്തി വിത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. മുള കുത്തി വെച്ചാലാണ് കൂടുതൽ മുളകൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ ആ മുളകളൊക്കെ ജനുവരി ആദ്യം വെച്ചിട്ട് മാർച്ച് ആദ്യമായപ്പോൾ തന്നെ 2 മാസം കൊണ്ട് അതിൽ മുള വന്നിട്ടുണ്ട്. അതാദ്യം നമുക്ക് മുറിച്ച് കഷണങ്ങളാക്കാം. ഇതിലിട്ടിരുന്ന ചേനയൊക്കെ പറിച്ചെടുത്തു. ഇതാണ് ഏറ്റവും ചെറുത്, കണ്ടോ? ഇതിപ്പോൾ ഒരു 2 മുള വന്നാൽ അല്ലെ 3 മുള വന്നാൽ 2 3 ആയിട്ട് മുറിച്ച് നടാം. ബാക്കിയൊക്കെ 4 5 കഷണങ്ങളാക്കി മുറിക്കാൻ പാകത്തിൽ വലിയ ചേനകളാണ്. എല്ലാ ചേനയുടെയും മുളയൊക്കെ കുത്തി കളഞ്ഞിട്ടുണ്ട്. മുള കുത്തി കളഞ്ഞില്ലെങ്കിൽ ഒരു മുളയെ വരുള്ളൂ, അല്ലെങ്കിൽ പൂവായിരിക്കും വരുന്നത് പറിക്കാതെ ഇരുന്നാലും. അതുകൊണ്ട് മുള കുത്തി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൽ പല മുളകളുണ്ടാവുകയുള്ളൂ. ഓരോ മുളയും നമുക്ക് മുറിച്ച് ഓരോ ചേന കുഴിയിലും നടുകയും ചെയ്യാം. കണ്ടോ, ഇത് ചേനയുടെ മുളയാണ്. അപ്പോൾ ഇന്ന് ചേന നടുവാണ്. ഇത് ചേന മുറിച്ച് വെച്ചിരിക്കുന്നത്, ഇത് മുറിച്ചു കൊണ്ടിരിക്കുന്നത് മുളയനുസരിച്ച് എല്ലാ കഷ്ണത്തിലും ഒരു മുളയെ നടുന്ന എല്ലാ കഷ്ണത്തിലും ഓരോ മുള ഉണ്ടായിരിക്കണം. അതനുസരിച്ച് ചേന മുറിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് നടുന്നത് കാണിക്കാം. എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പറമ്പിലോട്ട് എടുത്തുകൊണ്ട് പോകാം. അതിൻ്റെ മുള കളയാതെ മുള വേണം പെറുക്കി കൊടുക്കാൻ. കൊട്ട നിറച്ച് കൊണ്ടാകാൻ പറ്റിയല്ല, കാരണം മുകളിലൊന്നും വെച്ച് കൊണ്ടുപോകത്തില്ലല്ലോ. ചേന നടാനുള്ള കുഴികളാണ്. അതിപ്പോൾ കുഴിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല, ചേന വെച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ എല്ലാ കുഴികളിലും നമുക്ക് വയ്ക്കാം. ചേന മുകളിലേക്കാണ് വളരുന്നത്. അതുകൊണ്ട് കുഴിക്കകത്ത് വെച്ചിട്ട് ചാണകം ഇട്ട് നന്നായിട്ട് ചാണകം ഇട്ട് മൂടും. ഒരു കൊട്ട ചാണകം കൊണ്ട് ഈ ചേന കഷ്ണം മൂടണം. അത്രയും ചാണകം ഇടണം. അത് കഴിഞ്ഞൊരല്പം മണ്ണ് വിട്ട് കോഴിയൊക്കെ ചകയാതെ, അല്ലെങ്കിൽ അതിന് തണുപ്പ് നിൽക്കാൻ വേണ്ടി. ആദ്യത്തെ മഴയ്ക്കാണല്ലോ ചേന നടുന്നത്. നമ്മളെന്നിട്ട് കവിയിടണം, അല്ലെങ്കിൽ ചൂട്ടോ എന്തെങ്കിലും പച്ചിലകളോ ഒക്കെ ആയിട്ട്. ഇനി ചാണകം ഇട്ട് കൊടുക്കാം. ആ ചേന വിത്ത് അല്ലെങ്കിൽ മുള മൂടുന്നോടം വരെ ചാണകം ഇടണം. ഒരു കൊട്ട ചാണകം ഇട്ടാലും നല്ലത്. അങ്ങനെ നമുക്ക് എല്ലാ കുഴികളിലും ഇതുപോലെ ചാണകം ഇട്ട് മൂടാം. മുപ്പത് ചേന വിത്ത ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതിങ്ങനെ എല്ലാ കുഴികളിലും വെച്ചു, കുഴി കുത്തി വെച്ചു, ചാണകം ഇട്ട് നിറച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് മൂടുക എന്നുള്ളതാണ്. ഓരോ കുഴിയും നമ്മൾ മൂടണം. കാരണം കൂടുതൽ വളമൊന്നും ഇനി ഒന്നും ഇടുന്നില്ല. അപ്പം വേരോടി ചേന പെടന്നൊക്കെ പോകാതിരിക്കണമെങ്കിൽ ഒരു വേര് നീളുന്നിടത്തോളം പെട്ടെന്ന് വേരോടാനും ഒക്കെ ആയിട്ട് ഇച്ചിരി വലിയ ഓരോടലും, പിന്നെ ഉടൽ നികന്നു പോകാതിരിക്കാനും ഒക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് ചപ്പ് ചവറുകൾ, ഉണങ്ങിയത്, ചൂട്ട്, അങ്ങനെയുള്ളതൊക്കെ വാരിയിടണം. ഇനി നമുക്കിതിലൂടെയുള്ള ചപ്പ് ചവറുകളൊക്കെ വാരി ഈ ഉടൽ മഴ പെയ്തുന്നതൊക്കെ ഒന്ന് പോകാതിരിക്കാനും കോഴി ചതഞ്ഞ് കളയാതിരിക്കാനും ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇടാം.
ഉണങ്ങിയ ചവറുകൾ ഇത് ഇട്ടു. ഒരെണ്ണത്തിൻ്റെ കാര്യം ശരിയായി. ഇതുപോലെ എല്ലാം ചെയ്യാം. പിന്നെ നമുക്ക് ചേന പറിക്കുന്ന അല്ല മുളച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ചേന നട്ട് ചാണകം ഇട്ട് മണ്ണിട്ട് മൂടി കുടലെടുത്തിട്ട് കുടൽ കോഴിച്ചറിയാതെ ഇത് ചപ്പ് വാരിയിട്ടിരിക്കണതാണ്. ഇതൊന്ന്, ഇത് രണ്ട്, ഇത് 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30 ചേന നട്ടു. അങ്ങനെ ചേന നടിയിൽ കവിയിടിയിലും വിജയകരമായിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പറിക്കാൻ നേരം വന്നാൽ മതി. നന്നായിട്ട് ചാണകം ഇട്ട് ഉടൽ നികന്നു പോകില്ലാത്ത പോലെ ചാണകവും മണ്ണും ഇട്ട് ചവറും കവിയിട്ട് മൂടിച്ച് കോഴിയൊന്നും ചകയാതെ സൂക്ഷിച്ചാൽ പിന്നെ ചേനക്കിനി ഒന്നും ചെയ്യണ്ട. മറിഞ്ഞു പോകാതെ ഓരോ മുട്ട് കൊടുക്കുന്ന പോലെ ഒരു കോല് വെച്ച് കെട്ടിയാൽ മതി. നാട്ടിയിട്ട് ചേന കെട്ടണം, അങ്ങനെ ആവശ്യം വന്നെങ്കിൽ. അല്ലെങ്കിൽ ഇന്നൊക്കലത്തെ ചേന നടിയിൽ അങ്ങനെ തീർന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.